കൊല്ലം കുളത്തൂപ്പുഴ എണ്ണപ്പനത്തോട്ടത്തിലെ തീപിടുത്തത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ജില്ലാ ഭരണകൂടം. പല സ്ഥലങ്ങളിൽ ഒരേ സമയം തീപിടിച്ചതിൽ ദുരൂഹത. ഇന്നും വിവിധയിടങ്ങളിൽ തീ പടർന്നു പിടിച്ചു. 50 ലക്ഷം രൂപയുടെ പ്രാഥമിക നഷ്ടമുണ്ടായെന്ന വിലയിരുത്തൽ. കണ്ടൻചിറയിലുള്ള ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ 180 ഏക്കറോളം വരുന്ന എണ്ണപ്പനത്തോട്ടമാണ് കഴിഞ്ഞ ദിവസം കത്തി നശിച്ചത്. ഇന്നലെ ഉച്ചയോടെയുണ്ടായ തീപിടുത്തം പുലർച്ചെയോടെ നിയന്ത്രണ വിധേയമായി. എന്നാൽ ഇന്ന് വീണ്ടും പലയിടത്തും തീ പടർന്നു. ഫയർഫോഴ്സ് സംഘത്തിന് എത്തുന്നതിന് പോലും ബുദ്ധിമുട്ടുള്ള ഇടങ്ങൾ. ബോധപൂർവം ആരെങ്കിലും തീയിട്ടു എന്ന സംശയത്തിൽ എണ്ണപ്പനത്തോട്ട അധികൃതർ പരാതി നൽകി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. പുനലൂർ RDOയും അന്വേഷണം ആരംഭിച്ചു. അതെന്തായാലും അത് സാധ്യതയുണ്ട്. അത് വളരെ ഗൗരവതരമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അതെല്ലാ രൂപത്തിലും അന്വേഷിച്ച് അതിൻ്റെ റൂട്ട് മനസ്സിലാക്കുകയും അത് പുറത്തുകൊണ്ടുവരികയും ചെയ്യണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. കണ്ടൻചിറത്തോട്ടത്തിലെ തീപിടുത്തം ജനവാസ മേഖലയിലേക്ക് പടരാതിരിക്കാൻ ഫയർഫോഴ്സ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. ശക്തമായ കാറ്റും ചൂടും തീയണയ്ക്കുന്നതിന് വെല്ലുവിളിയായി. കാറ്റാണ് പ്രതികൂലമായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ വണ്ടി എത്തിപ്പെടാനും പാടാണ്. ഇടുങ്ങിയ ഈ രണ്ട് സൈഡും ഇതല്ലേ വെച്ചിരിക്കുന്ന കമ്പിവേലി. അടിക്കാട് കൃത്യമായി വെട്ടാത്തത് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചതായാണ് വിലയിരുത്തൽ. നിയന്ത്രണ വിധേയമായെന്ന് പറയുമ്പോഴും പലയിടത്തും ഇപ്പോഴും ചെറിയ തോതിൽ തീ കത്തിപ്പിടിക്കുന്നുണ്ട്. യഥാർത്ഥ കാരണം കണ്ടെത്താൻ വിശദമായ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരിക തന്നെ വേണം. കൊല്ലം കുളത്തൂപ്പുഴയിൽ നിന്നും ലിജോ റോളൻസ്, മീഡിയ 1.